മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമായി 2 സ്ത്രീകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണെന്നറിയോ? ഒന്ന്, വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔനിന്റെ ഭാര്യ നമുക്കറിയാം, ആസിയ റളിയല്ലാഹു അൻഹ. അവിടെയാ ജീവിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും ലാലിമായ ഭരണാധികാരിയാണ് ഫിർഔൻ. എന്നാൽ ഒരു വലിയ സാമ്രാജ്യം ഫിർഔനിന്റെ കീഴിലുണ്ടായിരുന്നു. കൊട്ടാരവും സമുച്ചയങ്ങളും ഒക്കെ ആർക്കുണ്ടായിരുന്നു? ഫിർഔനിന് ഉണ്ടായിരുന്നു. അപ്പം ആ ഭാര്യയും ആ ദുനിയാവിൻ്റെ എല്ലാ സുഖലോലുപതയിലും. പക്ഷേ ഫിർഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ എന്ത് തെരഞ്ഞെടുത്തു? മൂസാ നബി അലൈഹിസ്സലാമയുടെ ആ പ്രവാചകത്വത്തിൽ വിശ്വസിച്ച് അതുവഴി ആഖിറത്തിലേക്ക് ദുനിയാവ് ഒഴിവാക്കി. ദുനിയാവ് എന്തിനു വേണ്ടി? ആഖിറത്തിന് വേണ്ടി ദുനിയാവിനെ ഉപയോഗപ്പെടുത്തിയപ്പോൾ ആസിയ ബീവിയുടെ പ്രാർത്ഥന അല്ലാഹു ഖുർആനിൽ പറയാണ്, റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, നിന്റെ അടുക്കൽ എനിക്കൊരു ഭവനം നീ പണിതു തരണേ. എവിടാ? സ്വർഗത്തിൽ. ഇവിടെ കൊട്ടാരണ്ട്. ആ കൊട്ടാരത്തിനെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മുഖം തിരിച്ച് അള്ളാഹുവിനോട് അവിടുന്ന് പ്രാർത്ഥിച്ച സന്ദർഭത്തിലാണ് അള്ളാഹു ഖുർആനില് അതുകൊണ്ട് എന്ത് ചെയ്ത്? ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഉദാഹരണമായി ആരെ പറഞ്ഞു തന്ന്? ആസിയ റളിയല്ലാഹു അൻഹയെ പറഞ്ഞു തന്നു. റബ്ബിബ്നി ഇൻദക ബൈതൻ ഫിൽ ജന്ന. എന്നിട്ട് ഈ ലാലിമായ വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. ഈ ഖൗം ലാലിമി, അക്രമകാരികളായ ഈ ഒരു ഖൗമിൽ നിന്നും ഫിർഔനിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കണമേ, രക്ഷിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ സുഖലോലുപതയിൽ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അതൊക്കെ വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക്, ആഖിറത്തിലേക്ക് തിരിയുക. ആസിയ ബീവി ഈ ദുനിയാവിൻ്റെ വഞ്ചനയിൽ പെട്ടുപോയില്ല. ആ ദുനിയാവിൻ്റെ വഞ്ചനയിൽ നമ്മളും പെടരുത്. എങ്കിൽ നമ്മളും മുഅ്മിനീങ്ങൾക്ക് മാതൃകയാക്കിയ ആ ആസിയ ബീവി പ്രവേശിക്കുന്ന സ്വർഗത്തിൽ നമുക്കും പ്രവേശിക്കാൻ സാധിക്കും.